+1 സീറ്റ് പ്രതിസന്ധിയിൽ താൽക്കാലിക പരിഹാരവുമായി സംസ്ഥാന സർക്കാർ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അധിക ബാച്ചുകൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മാത്രം ബാച്ചുകൾ പ്രഖ്യാപിച്ചാൽ പ്രശ്ന പരിഹാരം പൂർത്തിയാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. മലബാർ മേഖലയിലെ +1 സീറ്റ് ക്ഷാമത്തിന് പരിഹാരമായി താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചാണ് സർക്കാർ തീരുമാനം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ മാത്രം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത്. നിയമസഭയിൽ ചട്ടം 300 പ്രകാരം നടത്തിയ പ്രസ്താവനയിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം അറിയിച്ചത്. പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത്. മലപ്പുറത്ത് 24 സർക്കാർ സ്കൂളുകളിലായി 120 ബാച്ചുകളും കാസർഗോഡ് 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുമാണ് അനുവദിച്ചത്. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിന്റെ മുഖ്യഘട്ട അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ഉണ്ടെന്ന് പ്രാദേശികമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ +1 പ്രവേശനത്തിനുള്ള സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായി 2024 ജൂൺ മാസം 25 നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ 10ാം ക്ലാസ്സിൽ നിന്ന് തുടർ പഠന യോഗ്യത നേടിയ എല്ലാവർക്കും ഹയർ സെക്കൻഡറി പഠനത്തിന് അവസരം ലഭിക്കുന്നില്ല എന്ന കാര്യത്തിൽ കുറവുള്ള സീറ്റുകളുടെ എണ്ണം പരിശോധിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ, മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തി. മലപ്പുറത്ത് പുതിയതായി അനുവദിക്കപ്പെട്ടതിൽ സയൻസ് ബാച്ച് ഇല്ല. മലപ്പുറത്ത് കൊമേഴ്സിന് 61, ഹ്യൂമാനിറ്റീസിന് 59 ബാച്ചുകളുമാണ് അനുവദിക്കപ്പെട്ടത്. കാസർഗോഡ് ഒരു സയൻസ് ബാച്ച് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. 13 കൊമേഴ്സ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് മറ്റുള്ളവ. പുതിയ ബാച്ച് അനുവദിച്ചതിലൂടെ 14 കോടിയിലധികം രൂപയുടെ ബാധ്യത ഒരു വർഷം സർക്കാരിനുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു. അതേസമയം +1ന് മലപ്പുറത്തും കാസർഗോഡും അധിക ബാച്ച് അനുവദിക്കാനുള്ള തീരുമാനം സന്തോഷമെന്നും പാലക്കാട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലും അധിക ബാച്ച് അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ കാസർഗോഡ് ജില്ലയിൽ 18 പുതിയ ബാച്ചുകൾ, അങ്ങനെ മൊത്തം 138 ബാച്ചുകൾ അനുവദിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് UDF നടത്തിയ നിരന്തരമായ പോരാട്ടത്തിൻ്റെ വിജയമാണ്. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മാത്രമുള്ള താൽക്കാലിക ബാച്ചുകൾ പ്രശ്നപരിഹാരമാകുന്നില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും സഭയിൽ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.